ഹായ് എവരി വൺ, മിഖ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. നാട് തൃശ്ശൂരാണ് കേട്ടോ. വടക്കാഞ്ചേരി തൃശ്ശൂർ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ കിടക്കുന്ന പന്നിത്തടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്, ഒരു ഗ്രാമമാണ് എൻ്റെ നാട്. എല്ലാ വർഷവും ഒരു മാസമാണ് എനിക്ക് തികച്ച് നാട്ടിൽ നിൽക്കാൻ കിട്ടുന്ന അവസരം. ബാക്കി ഓണത്തിന് വന്നിരുന്നാലും പെട്ടെന്ന് ഒരു 2 ദിവസത്തെയോ 4 ദിവസത്തെയോ അവധിക്ക് മാത്രമാണ് വരിക. ഞങ്ങൾ ചെന്നൈയിലാണ് താമസിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ നാട്ടിലേക്ക് വരുന്ന കഥ പറയുന്നത് കേട്ടോ. അപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നാട്ടിലുള്ള കുറച്ച് കാഴ്ചകളാണ് ഈ കാണുന്നത്. എപ്പോൾ വന്നാലും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ തന്നെയാണ് ചുറ്റുപാടിന്ന് പകർത്താനുള്ളതെന്നുണ്ടെങ്കിലും ഒരു തവണ പോലും മുടക്കാതെ ഞാനിതെല്ലാം ഷൂട്ട് ചെയ്ത് വെക്കും. ഇപ്പോൾ ഒരു ചാനൽ ഉള്ളതുകൊണ്ട് അതിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. കാരണം ഇതെനിക്ക് ഭയങ്കര വിലപ്പെട്ടതായിട്ടുള്ള കാഴ്ചകളാണ്. ചെറിയ ചെറിയ മലകളും നിറയെ പാടങ്ങളും. ഇപ്പോൾ ചെറിയൊരു മഴയൊക്കെ കിട്ടിയ കാരണം പാടം മുഴുവൻ ഇങ്ങനെ പച്ച പരവതാനി വിരിച്ച പോലെയാണ് കിടക്കുന്നുണ്ടാവുക. ഇങ്ങനെ വലിയൊരു പാടം, പിന്നെ അതുപോലെ ചെറിയ ഇങ്ങനത്തെ തോടുകൾ ഉണ്ടായിരിക്കും. കണ്ടോ, മഴയുള്ള കാരണമാണ് ഇപ്പോൾ ഈ വേനൽക്കാലത്തും ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ നല്ല പാറക്കെട്ടുകളാണ് ഇതിൽ കാണുക ഈ സമയത്ത് വന്നാൽ. ഇത് പക്ഷേ മഴക്കാലമാണെങ്കിൽ ഇവിടുത്തെ കാഴ്ച ഭയങ്കര രസമാണ്. ഷട്ടറൊക്കെ തുറന്നിട്ടിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഉണ്ടാവും കേട്ടോ. അത് കുറച്ച് വലിയ തോടാണ്, അങ്ങ് ദൂരേന്ന് വരുന്നൊരു തോടാണ്. അത് ഫുള്ള് നിറഞ്ഞൊക്കെ കാണാറുണ്ട് ചില സമയങ്ങളിൽ. അങ്ങനെ ഈ കാണുന്ന കാഴ്ചകളെല്ലാം തന്നെ വളരെ വിലപ്പെട്ടതാണ് കേട്ടോ. അങ്ങനെ നാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി നമുക്കൊരു റെസിപ്പി നോക്കാം. ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ റോസ്റ്റാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന്. പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം. കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. എരിവ് കുരുമുളകാണ് ഇതിൽ കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കുന്നത്, മുളക് പൊടിയല്ല. അത് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് കുറച്ചിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഒരു കളർ കിട്ടാൻ വേണ്ടി. ഈ ഒരു ചിക്കൻ റെസിപ്പി റോസ്റ്റ് ആയിട്ടാണ് വരിക. അതിന് കുറച്ച് ഗ്രേവി തീരെ ഉണ്ടാവില്ല, റോസ്റ്റ് ആയിട്ടാണ് വരിക കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് പുരട്ടി നമ്മൾ കുറച്ച് സമയം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മസാലയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇനി നമുക്കതിലേക്ക് പെരിഞ്ചീരകവും കുരുമുളകും അതുപോലെ മുഴുവൻ മല്ലിയില്ലേ, പൊടിക്കാത്ത മല്ലി, അതും കൂടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അത് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചാണ് നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ ഇത്രത്തോളം ഒരു പിടിയോളം കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. അളവൊന്നും അങ്ങനെ കൃത്യമായിട്ട് പറയാനറിയില്ല. പിന്നെ മല്ലി ഇടാതിരുന്നത് മുഴുവൻ മല്ലി ഇല്ലാതിരുന്നത് കൊണ്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ മല്ലി മുഴുവനായിട്ട്, അതായത് പൊടിക്കാത്ത മല്ലി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പെരിഞ്ചീരകവും കുരുമുളകും കറിവേപ്പിലയും കൂടി നന്നായി ചൂടാക്കി ഒന്ന് മാറ്റിയെടുക്കുക. എന്നിട്ട് ആ പാനിലേക്ക് തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഈ ചൂടായ കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് നല്ല നൈസായിട്ട് പൊടിക്കരുത്, ഇങ്ങനെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ഇടിക്കല്ലിൽ എടുത്തിട്ട് പൊടിച്ചാലും മതി, മിക്സിയുടെ ജാറിലാണെങ്കിലും ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാ കണ്ടു, ഇതുപോലെ ഞാൻ മല്ലിപ്പൊടിയും കൂടി ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പച്ച മല്ലിപ്പൊടി ഇടരുത്, ഈ ഒരു റോസ്റ്റിന് അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എല്ലാതും കൂടി എടുത്തിട്ട് മസാലകളെല്ലാം റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ വെക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി വേറൊരു പാൻ, വലിയ പാനിലാണ് റോസ്റ്റ് ചെയ്തെങ്കിൽ അതേ പാനിൽ തന്നെ വെക്കാവുന്നതേ ഉള്ളൂ. ഞാനൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഇട്ട് കൊടുക്കേണ്ടത് ഉണ്ട്. അപ്പോൾ റോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ എത്രയാണ് ആവശ്യത്തിന് അത് എടുക്കുക. വെളിച്ചെണ്ണ അധികം വേണമെന്നൊന്നുമില്ല. ഇനി പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായി പൊടിപൊടിയായി അരിഞ്ഞതും കൂടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കറിവേപ്പിലയാണെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ പുരട്ടി വെച്ചിട്ടുള്ള റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മസാല ഇപ്പോൾ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ആ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ ഒന്ന് പകുതി വേവാവുന്ന സമയമുണ്ട്. അപ്പോൾ മാത്രമാണ് നമുക്ക് ബാക്കി മസാലകൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചിക്കനിൽ ഓൾറെഡി കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണല്ലോ മാറ്റി വെച്ചിട്ടുള്ളത്. അതങ്ങ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ഒരു ഫ്ലേവറും കൂടെ നന്നായി മിക്സ് ചെയ്ത് ചിക്കനിലേക്ക് പിടിച്ച് വരാനായിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കണം കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റോളം സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ അത്യാവശ്യം വെള്ളം ഇറങ്ങാനുള്ളതൊക്കെ ഇറങ്ങി ചിക്കൻ ഒരു 3/4 ഭാഗത്തോളമൊക്കെ വെന്ത് വരും. നന്നായി ഇളക്കി കൊടുക്കണം അതിന് മുൻപായിട്ട് കേട്ടോ. എന്നിട്ട് മാത്രം ബാക്കി മസാലകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കരുത്. ചിക്കൻ ഒന്ന് പകുതി വേവായതിന് ശേഷമാണ്
മസാലകൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മസാലകൾ അതിലേക്ക് പിടിക്കേണ്ടത്. എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ കേട്ടോ. ഒട്ടും മുളക് പൊടിയുടെയോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ തക്കാളി സവോളയൊക്കെ വഴറ്റി വെക്കുന്ന ആ ചിക്കൻ്റെയോ ഒരു ടേസ്റ്റ് ഇതിനുണ്ടാവില്ല. ഇതിലേക്ക് സവോള ആവശ്യമുണ്ട്, പക്ഷേ നമ്മൾ വഴറ്റി എടുക്കേണ്ടതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചിക്കൻ വെന്തിട്ട് കുറച്ച് ഇത് കണ്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചെടുത്ത കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അടുത്ത കുരുമുളക് പെരിഞ്ചീരകമൊക്കെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, കറിവേപ്പിലയൊക്കെ കൂടി ചേർത്ത് അതാദ്യം ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മല്ലിപ്പൊടി ചൂടാക്കി വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ കുറച്ച് ഗരം മസാല പൗഡർ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തോ അല്ലെങ്കിൽ ചിക്കൻ മസാലയായിട്ട് വാങ്ങിയതാണെങ്കിൽ അങ്ങനെ. ചിക്കൻ മസാല ആകുമ്പോൾ അതിൽ മുളക് പൊടിയൊക്കെ ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് അത് ആവശ്യമില്ല. ഗരം മസാല മാത്രമായിട്ട് പൊടിച്ചെടുത്തതാണെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകാനാണ് ചാൻസ് കേട്ടോ. അപ്പോൾ അത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട. പിന്നെ ഞാനിപ്പോൾ ഇട്ട് കൊടുത്ത് ക്രഷ്ഡ് ചില്ലിയാണ്. ക്രഷ്ഡ് ചില്ലി ആവശ്യമുണ്ടെങ്കിൽ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം, അത് നിർബന്ധമുള്ളൊരു കാര്യമല്ല കേട്ടോ. ബാക്കിയുള്ളതൊക്കെ എന്തായാലും വേണ്ടതാണ്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയും നമുക്ക് അടച്ചു വെക്കേണ്ടതുണ്ട്. അതിന് മുൻപായിട്ട് നമ്മൾ സവോള ഇട്ട് കൊടുക്കണം. സവോള ഒരു വലിയ സവോളയൊക്കെ മതിയാവും കേട്ടോ. ഇത്രയും ചിക്കനിലേക്കാണ് പറയണത്. എന്നിട്ട് ഇങ്ങനെ പച്ചയ്ക്ക് തന്നെ ഇട്ട് കൊടുക്കുക, വാട്ടുമൊന്നും വേണ്ട. എന്നിട്ട് നമ്മൾ അടച്ചു വെക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക, അടച്ചു വയ്ക്കുക. പിന്നെ ഇനി അങ്ങോട്ട് സിമ്മിലിട്ടിട്ട് മാത്രം കുക്ക് ചെയ്താൽ മതി. നന്നായി ഇളക്കി കൊടുക്കുക. ഈ സവോളയിലേക്കും കൂടി നമുക്ക് ആ കുരുമുളകിൻ്റെയും പെരിഞ്ചീരകത്തിൻ്റെയും മല്ലിയുടെയും ഒക്കെ ടേസ്റ്റ് ഉപ്പുമുളകൊക്കെ നന്നായിട്ട് പിടിക്കണം. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഒട്ടും പുളി ഉണ്ടാവില്ല, കാരണം നമ്മൾ തക്കാളി ഒന്നും ചേർത്തിട്ടില്ല, ചെറുനാരങ്ങയോ തൈരോ അങ്ങനെയുള്ള ഒരു കാര്യവും ചേർത്തിട്ടില്ല. പിന്നെ ഇത് റോസ്റ്റാണ്, അപ്പോൾ അതുകൊണ്ട് ഒട്ടും പുളി ഉണ്ടാവില്ല കേട്ടോ. അങ്ങനത്തെ ഒരു കറിയല്ല, ഗ്രേവി ടൈപ്പും അല്ല, റോസ്റ്റാണ്. നന്നായി അടച്ചു വെക്കണേ. അടച്ചു വെക്കുക. ഉപ്പൊക്കെ പാകത്തിനാണോ എന്നുള്ളത് ഈ സമയത്ത് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ഇനി ആ ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരണ്ട് വരണം. ഇനി നമുക്ക് നല്ല റോസ്റ്റായിട്ട്, അതായത് ബ്ലാക്ക് കളറിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനെന്താ ചെയ്യാന്ന് വെച്ചാൽ കുറേ സമയം സിമ്മിലിടും, കുറച്ചൊന്ന് തീ കൂട്ടി വെച്ചിട്ട് നന്നായി ഇളക്കും, വീണ്ടും സിമ്മിലിടും, അങ്ങനെ ചെയ്യാറുണ്ട്. അതല്ലാതെ തന്നെ ഓഫ് ചെയ്ത് വെക്കും, എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചൂടാക്കും. അപ്പോൾ കുറച്ചും കൂടെ കറുത്ത് വരും കേട്ടോ. അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ റോസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് ഗ്രേവി അല്ല, അതുകൊണ്ട് ഇതിൽ ഗ്രേവി ടൈപ്പ് ആവണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ടെക്സ്ചറൊക്കെ മാറി വരും. ഈ ഒരു ടൈപ്പ് ഗ്രേവി ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡിഷല്ല കേട്ടോ. ഈ തരത്തിലാണ് റോസ്റ്റ് ആയിട്ട് വരിക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.